അതായത് നമ്മളൊരു 6 month to 1 year ഒരു ഓൺടർപ്രണർ നമ്മൾ ഓൺ ബോർഡ് ചെയ്ത സ്റ്റാർട്ടപ്പിനെ ഫുൾ ഫണ്ട് നമ്മൾ കൊടുക്കും. ഫുൾ ഫണ്ട് ഇൻ ദ സെൻസ് അതായത് അവരുടെ ടീമിൻ്റെ സാലറി, മാർക്കറ്റിംഗ്, നമ്മളിപ്പോൾ ഫൗണ്ടറിന് അപ്പോൾ സാലറി പ്രൊവൈഡ് ചെയ്യും. ഈവൻ ഫൗണ്ടറിന് അടക്കം കൊടുക്കും. കാരണം ഫൗണ്ടറിന് സാലറി മീൻസ് അവർക്ക് പേഴ്സണലി വീട്ടിലത്തെ കാര്യങ്ങൾ ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അത് കൊടുക്കണമെങ്കിൽ ഒബിയസ്ലി അത് സ്ട്രെസ്ഡ് ആവും, അവിടുന്ന് റോളിങ് കാര്യങ്ങളാവും, അതുപോലെ ഫോക്കസ് മാറിപ്പോവും. അപ്പോൾ ഈവൻ അത് അടക്കം നമ്മൾ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു 1 year ഞാൻ പറഞ്ഞു ഇപ്പോൾ ഷഹബാസിൻ്റെ കമ്പനി 10 ലക്ഷമാണ് ഇപ്പോൾ വാല്യൂഷനിലായിരിക്കാം. ഷഹബാസിൻ്റെ കമ്പനി നമ്മൾ അനലൈസ് ചെയ്യും. ഷഹബാസ് വെക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യും. ഈ മാർക്കറ്റിൽ എത്ര % അച്ചീവ് ചെയ്യാൻ പറ്റി നോക്കും. ഇത്ര % അച്ചീവ് ചെയ്താൽ വാട്ട് മൈറ്റ് ബി യുവർ വാല്യൂഷൻ. അപ്പോൾ ഷഹബാസിൻ്റെ 10 ലക്ഷം മൂല്യമുള്ള കമ്പനിക്ക് എങ്ങനെ 10 കോടി ആക്കാം, അല്ലെങ്കിൽ 20 കോടി ആക്കാം, അല്ലെങ്കിൽ 50 കോടി ആക്കാം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. ഈ പ്ലാൻ ചെയ്തിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ റവന്യൂ, കസ്റ്റമർ അക്വിസിഷൻ, റിട്ടൻഷൻ, ഓൾ ദിസ് ഫാക്ടേഴ്സ് നമ്മൾ മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ മെട്രിക്സിലേക്ക് എത്താൻ വേണ്ട റിസോഴ്സ് ഫുള്ള് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഫണ്ടിങ് ആവട്ടെ, അത് എത്ര ലക്ഷമാണ് എത്ര കോടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പെർട്ടിക്കുലർ വാല്യൂഷൻ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ 10 ലക്ഷം ഉണ്ടാകുമ്പോൾ 10% നമ്മൾ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ഒബിയസ്ലി വാല്യൂഷൻ കൂടുമ്പോൾ വി ആർ ഓൾസോ ഗെറ്റിംഗ് ബെനിഫിറ്റ് ആൻഡ് ദ ഓൺടർപ്രണേഴ്സ് ഓൾസോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് ശരിക്കും നമ്മൾ ഇൻക്യുബേഷൻ ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഇൻക്യുബേഷനിൽ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്. നമ്മൾ വൺ ഓഫ് ദ പ്രോഗ്രാംസ് എന്താണ്, നമ്മൾ അതിന് തന്നെ വിളിക്കുന്നത് 0 to 100 എന്നാണ്. 0 നിന്ന് 100 നമ്മൾ എത്താനുള്ള സപ്പോർട്ട്.